ആവേശത്തോട് ആവേശം പുലർത്തുന്ന ഈയാം പാറ്റകളോ ഇന്നത്തെ യുവതലമുറ? വലിയും കുടിയും അക്രമവുമായി നാശത്തിൻ്റെ പാതയിൽ മുന്നേറുന്ന യുവതലമുറ. ഇന്നത്തെ മുഖ്യധാര മലയാള സിനിമ മുന്നോട്ട് വെക്കുന്ന യുവത്വത്തിൻ്റെ ചിത്രം ഇതാണ്. പുതുപുത്തൻ ആശയങ്ങളുമായി രാഷ്ട്രനിർമ്മാണത്തിൻ്റെ വളക്കൂറുള്ള മണ്ണായി തീരേണ്ട ക്യാമ്പസ് ആഡംബരത്തിൻ്റെയും മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെയും മായിക വലയം സൃഷ്ടിച്ച് അവൻ്റെ നിർമ്മാണപരത, പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ, സർഗശേഷി എന്നിവയ്ക്ക് ശാശ്വതമായ ഇരുമ്പഴികൾ തീർക്കുന്നു. ആധുനിക തലമുറയുടെ ആധ്യാത്മിക വളർച്ചയെ അപ്പാടെ തകിടം മറിക്കുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളുടെ കടന്നുവരവ് ഇതിൽ ശ്രദ്ധേയമാണ്. ലൂസിഫർ എന്ന സിനിമയിലൂടെ രംഗപ്രവേശം ചെയ്യുകയും അതിനുശേഷം കൊച്ചുകുട്ടികളുടെ വരെ നാവിൻ തുമ്പത്ത് വിളയാടുന്ന ഒരു പദമായി മാറിയിരിക്കുന്നു ഇല്ലുമിനാറ്റി. എന്താണ് ഇല്ലുമിനാറ്റി? 1776 ബവേറിയയിൽ ഉടലെടുത്ത ഈ സംഘടന 1778 മുതൽ 1830 വരെ ജീവിച്ചിരുന്ന ആഡം വൈസ്പാറ്റാണ് ഇതിൻ്റെ സ്ഥാപകൻ. സമൂഹത്തിലെ ഉന്നത കുലജാതർ, പണ്ഡിതർ, സമ്പന്നർ എന്നിവരായിരുന്നു ഈ സംഘടനയിലെ ആദ്യകാല അംഗങ്ങൾ. അറിവിലും വിവേകത്തിലും ഊന്നിയ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ സംഘടന അതീവ രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഒന്നായ ഇത് അനീതിയെ തുടച്ചുമാറ്റുക, അമിത രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുക മുതലായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് വ്യതിചലിക്കുകയുണ്ടായി. ലൂസിഫർ അഥവാ ലൈറ്റ് ബിയറർ എന്ന വൈരുദ്ധ്യാത്മക പദപ്രയോഗം പോലെ തന്നെ ഇല്ലുമിനാറ്റി ദ ഐ ഓഫ് പ്രൊവിഡൻസ് അവരുടെ ചിഹ്നമായി സ്വീകരിച്ചു എന്നത് തന്നെ ആ സംഘടനയുടെ രഹസ്യാത്മകമായ നിഗൂഢ തന്ത്രങ്ങൾ വെളിവാക്കുന്നു. ഡാൻ ബ്രൗണിൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡിമൻസിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടന ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ അതീവ കൗശലത്തോടെ, ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. കുടുംബ സദസ്സുകളുടെ ചിത്രീകരണം അന്യമായിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലേക്ക് യുവാക്കളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ചിന്താധാരകളുടെ കടന്നുകയറ്റം അതീവ ഗൗരവത്തോടും സംശയദൃഷ്ടിയോടെയും വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഫ്രീ മേസൺസ്, ഇല്ലുമിനാറ്റി മുതലായ സംഘടനകളും അവയുടെ പ്രത്യയശാസ്ത്രങ്ങളും ക്രൈസ്തവ കാഴ്ചപ്പാടുകളെ, പ്രബോധനങ്ങളെ, സദാചാര മൂല്യങ്ങളെ, കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ തകിടം മറിക്കും എന്നുള്ളതിനാൽ ക്രൈസ്തവ സമൂഹം അവയുൾപ്പെടുന്ന മുഖ്യധാര സിനിമയെ ആശങ്കയോടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു.